വ്യക്തിപരമായ അധിക്ഷേപത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ വനിതാ സ്ഥാനാർത്ഥികളായ യു പ്രതിഭയും ഷാനിമോൾ ഉസ്മാനും. യു പ്രതിഭയെ UDF അനൗൺസ്മെന്റിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്നാണ് പരാതി. ഓൺലൈൻ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത നൽകുന്നുവെന്ന് ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു. അശ്വിൻ ബാലാഴി ആലപ്പുഴ ചെയ്തു. അശ്വിൻ, പരാതി രണ്ടു തരമാണെങ്കിലും ഇത് വ്യക്തിപരമാകുന്നു, അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന സത്തു തന്നെയാണ് ഈ പരാതിക്കുള്ളത്. എന്താണ് ഇതിന്റെ ആധാരം? എന്താണ് ഇതിൽ നടപടി വരാൻ സാധ്യത? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പല സ്ഥാനാർത്ഥികളും ഇങ്ങനെ വ്യക്തി അധിക്ഷേപം സൈബറിടങ്ങളിലടക്കം നേരിടുന്നുണ്ട്. അതിനിടെയാണ് അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയും പോലീസിനുമൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഈ അധിക്ഷേപത്തെ തുടർന്ന് പരാതി നൽകിയിരിക്കുന്നത്. യു പ്രതിഭയുടെ പരാതി കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ത്രീത്വത്തെ അപമാനിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നിരന്തരമായി അപമാനിക്കപ്പെടുന്നു. UDFന്റെ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ പോലും തനിക്കെതിരായ അധിക്ഷേപം ഉണ്ടാകുന്നു എന്നുള്ളതാണ് യു പ്രതിഭയുടെ പരാതി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും അവർ രേഖാമൂലം പരാതിയായി നൽകിയിരിക്കുന്നു. അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് നവമാധ്യമങ്ങൾ വഴി, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകളിൽ തനിക്കെതിരായി വ്യാജ വാർത്തകൾ നൽകുന്നു എന്നുള്ളതാണ് പരാതി. ഒപ്പം ബാംഗ്ലൂരിലെ ഫ്ളാറ്റ് തട്ടിപ്പ് കേസുമൊക്കെയായി ബന്ധപ്പെട്ട് തന്റെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് അനാവശ്യ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നുള്ള പരാതി നിലവിൽ അരൂർ പോലീസ് സ്റ്റേഷനിലൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും നൽകിയിട്ടുണ്ട്. ഇതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് ഉടൻ തന്നെ അറിയാം. എന്തായാലും പോലീസ് ഇതിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ശരി, ഇത്തരം അധിക്ഷേപങ്ങളും വ്യക്തിപരമാകുന്നു ഒക്കെ നേരില്ലാത്ത പോരിന്റെ ലക്ഷണങ്ങളാണ്. ഇതൊന്നും ജനാധിപത്യ പ്രക്രിയയിൽ യോജിച്ചതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.